കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഗോൾ കീപ്പർ മത്സരം വൈകിപ്പിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നത് ഫുട്ബോളിലെ സ്ഥിരം കാഴ്ചയാണ്. എതിർ ടീമും റഫറിയും ഒരുപോലെ ആവശ്യപ്പെട്ടാലും ഗോൾ കീപ്പർ സമയമെടുത്ത് പതുക്കെയാകും പന്ത് റിലീസ് ചെയ്യുക. പലപ്പോഴും ടൈം വേസ്റ്റിംഗിന് അവസാന മിനിറ്റുകളിൽ ഗോൾ കീപ്പർമാർക്ക് മഞ്ഞ കാർഡ് നൽകുന്നതും നിത്യസംഭവമാണ്. എന്നാൽ ഇത്തരത്തിൽ അനാവശ്യമായി കളി വൈകിപ്പിക്കുന്ന ഗോൾ കീപ്പർമാർക്ക് ഇനി മുതൽ മുട്ടൻ പണിയാണ് ലഭിക്കുക. 8 സെക്കൻഡിൽ കൂടുതൽ ഗോൾ കീപ്പർ പന്ത് ഹോൾഡ് ചെയ്താൽ എതിർ ടീമിന് അനുകൂലമായി കോർണർ നൽകുന്ന സുപ്രധാന നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് രാജ്യാന്തര ഫുട്ബോൾ അസോസിയേഷൻ. അടുത്ത സീസൺ മുതലാകും ഈ നിയമം പ്രാബല്യത്തിൽ വരിക. മത്സരത്തിനിടെ ടൈം വേസ്റ്റിംഗ് കണ്ടെത്തിയാൽ റഫറി കോർണർ വിധിക്കുകയാണ് ചെയ്യുക. ഇതിനു മുൻപായി റഫറി ഗോൾ കീപ്പർക്ക് കൈവിരലുകൾ ഉയർത്തി മുന്നറിയിപ്പ് നൽകും. നിലവിൽ പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം ഗോൾ കീപ്പർമാർക്ക് 6 സെക്കൻഡ് മാത്രമേ പന്ത് കൈവശം വെക്കാവൂ എന്നുണ്ടെങ്കിലും ഇത് കൃത്യമായി പ്രയോഗതലത്തിൽ കൊണ്ടുവന്നിരുന്നില്ല. നിയമം കർശനമല്ലെന്ന് വന്നതോടെ പല ഗോൾ കീപ്പർമാരും ഇത് ദുരുപയോഗം ചെയ്യാനും തുടങ്ങി. പലപ്പോഴും മത്സരത്തിന്റെ മൊമെന്റം കളയാൻ ഇത് കാരണമായി. പലപ്പോഴായി പരാതികളും ഉയർന്നതോടെ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ നിയമം പരിഷ്കരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പെനാൽറ്റി നിയമങ്ങളിലും ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. പെനാൽറ്റി എടുക്കുമ്പോൾ താരത്തിന്റെ ശ്രദ്ധ തെറ്റിക്കാൻ പാടില്ല, കിക്ക് എടുക്കുന്നത് വൈകിപ്പിക്കാനോ ഗോൾ പോസ്റ്റിൽ ടച്ച് ചെയ്യാനോ പാടില്ല തുടങ്ങിയവയാണ് പുതിയ മാറ്റങ്ങൾ. പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇതിനെ എമിലിയാനോ മാർട്ടിനസ് വിരുദ്ധ നിയമങ്ങൾ എന്ന് പോലുമാണ് വിശേഷിപ്പിച്ചത്. ഇപ്പോൾ നിയമമാറ്റങ്ങളെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഫ്രഞ്ച് ഗോൾ കീപ്പർ മൈക്ക് മൈഗ്നൻ. ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസ് അർജന്റീനയോട് തോൽക്കുമ്പോൾ ടീമിലുണ്ടായിരുന്നു മൈഗ്നൻ. ഇപ്പോഴത്തെ 1-ാം നമ്പർ ഗോൾ കീപ്പറും മൈഗ്നൻ തന്നെ. പെനാൽറ്റി എടുക്കുമ്പോൾ ഗോൾ കീപ്പർ പുറംതിരിഞ്ഞു നിൽക്കാമെന്നാണ് മൈഗ്നൻ പരിഹാസത്തോടെ പറയുന്നത്. ഇനി സേവ് ചെയ്താൽ എതിർ ടീമിന് ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് അനുവദിക്കണം എന്നിങ്ങനെയൊക്കെയാണ് ട്വിറ്ററിലൂടെ മൈഗ്നന്റെ പരിഹാസം. നേരത്തെ പെനാൽറ്റി നിയമത്തിലെ പരിഷ്കാരം സംബന്ധിച്ച് എമിലിയാനോ മാർട്ടിനസിനോട് അഭിപ്രായം തേടിയപ്പോൾ തനിക്ക് തടുത്തിടേണ്ട പെനാൽറ്റി തടഞ്ഞു കഴിഞ്ഞുവെന്നും ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുമായിരുന്നു മറുപടി. നിയമം വന്ന ശേഷമുള്ള എമിയുടെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോൾ.